ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പെരുന്നാൾ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ മധുഹൂത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അരി കഴുകിയിട്ട് അരി നമ്മൾ കുതിർത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ മതി ഇതിന്. അപ്പോൾ നമ്മൾ കുറച്ച് തക്കാളി എടുക്കുന്നുണ്ട്. തക്കാളി നമുക്ക് കുറച്ച് പേസ്റ്റാക്കി എടുക്കണം. വലിയ 2 തക്കാളി മതി, ചെറുതായിട്ട് 5 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റാക്കി അതിൻ്റെ കുരു ഇതൊന്നും കളയാതെ തന്നെ പേസ്റ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, ഒരു 3-4 സവാള എടുത്ത് അരിയുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റും എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ കൂടെ അത്രയും വലിയ എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ ഇതിന് നിങ്ങൾക്ക് മധുഹൂത്തെന്നോ മജബൂസെന്നോ മലഹൂത്തെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. പിന്നെ ഇത് വേറെ രീതിയിലാണ്, നമ്മൾ എന്ന് വെക്കുന്നതിനെക്കാട്ടിൽ വേറെ രീതിയിലാണ് ഇനി നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സാധനം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം, ടൊമാറ്റോ പേസ്റ്റ് ആക്കിയത്, പിന്നെ ക്യാരറ്റ്, പിന്നെ ഉള്ളി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. 2 ചിക്കൻ സ്റ്റോക്ക്, പിന്നെ കുറച്ച് മസാല ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ മസാലപ്പൊടി ഉണ്ട്, അതാണ് അറബിക് മസാല. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ബാക്കിയുള്ള സംഭവങ്ങൾ എടുക്കുന്നുള്ളൂ. കാരണം ആ ഒരു അറബിക് മസാലയ്ക്കകത്ത് തന്നെ ഈ വറ്റൽമുളകും കുരുമുളകും മല്ലിയും അങ്ങനെ എല്ലാ സംഭവങ്ങളുള്ളത് നല്ലൊരു മണമുള്ളൊരു സംഭവമാണ് ആ മസാല. അതുകൊണ്ട് നമ്മൾ അധികം സ്പൈസസ് വേറെ എടുക്കുന്നില്ല. നമ്മൾ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വെക്കാൻ കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നമ്മുടെ ആ എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കയും കുരുമുളകും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് വെള്ളം പോകാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 മാഗി സ്റ്റോക്കിനകത്തുനിന്ന് ഒരു സ്റ്റോക്ക് എടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തൊലിയും കുരുവും ഒന്നും കളയാത്ത നമ്മളുടെ തക്കാളിൻ്റെ പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റിൽ ക്യാപ്സിക്കത്തിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ അറബിക് മസാല ആണ് കേട്ടോ. നമ്മൾ വേറൊരു പൊടിയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പറഞ്ഞാൽ എല്ലാം നല്ല ആ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ ചേർത്തോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചിക്കൻ എല്ലാം കൂടി ഈ ഒരു മസാലയ്ക്കകത്തിട്ട് നന്നായിട്ട് മിക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചമുളക് നമ്മുടെ എരിക്ക് അനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ അരിക്കനുസരിച്ച് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം നമ്മളിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ആ ചിക്കൻ അവിടെ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമ്മളതിൽ കൂടെ ഒരു ചിക്കൻ ഫ്രൈ നമ്മൾ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി, പിന്നെ ഉപ്പ്, അങ്ങനെയുള്ള സംഭവമെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് വെക്കുന്നുണ്ട് ഇതിലേക്ക്. ജസ്റ്റ് ഒന്ന് ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി അടുത്ത പണിയിലേക്ക് പോകാം കേട്ടോ. നമുക്കിതിനോട് മയണൈസൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു തൈര് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുക്കുമ്പർ, ക്യാരറ്റ്, ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുള്ള തൈരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും ഇതുപോലൊരു കുക്കുമ്പറും എടുത്തിട്ട് നൈസായിട്ട് നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ റൈസ് ഇട്ടിട്ട് ചെയ്യുകയാണ്. പക്ഷേ ഇന്ന് കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെന്ത ചിക്കൻ എടുത്ത് ജസ്റ്റ് നമ്മളൊന്ന് മാറ്റുകയാണ് കേട്ടോ. ചിക്കനെല്ലാം നമ്മളെടുത്ത് മാറ്റിയിട്ട് ഒരു മിനിറ്റ് നമ്മൾ ചെറിയൊരു എണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ചിക്കൻ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സ്റ്റോക്കും കൂടി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഫ്ലേവർ വേണമെങ്കിൽ കുറച്ചും കൂടി അറബിക് മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ആ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ നമ്മൾ ഈ ചോറിന് കൂടെ ഒന്ന് വെച്ചത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പപ്പടവും കൂടി ഒന്ന് പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചായ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി പായസം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ചോറും ചിക്കനും സാലഡ് എല്ലാം ആയിട്ട് നമ്മളിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ നെബഹാനാണ് കേട്ടോ സാലഡ് വിളമ്പാനായിട്ടിരിക്കുന്നത്.